വെൽക്കം ടു മൈ ചാനൽ എൻ്റെ വഴികൾ. ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. വീണ്ടും എൻ്റെ വീഡിയോ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. ഇസ്രായേലിലെ തന്ത്രപ്രധാനമായ 2 സൈറ്റുകളുടെ വീഡിയോ കൂടി ഹിസ്ബുള്ള പുറത്തുവിട്ടു. കഴിഞ്ഞ ചൊവ്വാഴ്ച ഇതിന് സമാനമായ മറ്റൊരു വീഡിയോ ഹിസ്ബുള്ള പുറത്തുവിട്ടിരുന്നു. അതിലും ഇതുപോലെ ചില തന്ത്രപ്രധാനമായ സൈറ്റുകൾ കാണിച്ചിരുന്നു. ഗസൻ യുദ്ധത്തിൽ ഹമാസിനെ പിന്തുണ പ്രഖ്യാപിച്ചു വന്ന ഹിസ്ബുള്ള കൂടെ ഇസ്രായേലിനകത്തേക്ക് ആക്രമണം അഴിച്ചുവിടുന്നുണ്ടായിരുന്നു. ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രുള്ള ഇസ്രായേലിന് നൽകിയ താക്കീത് ഇപ്രകാരമായിരുന്നു: ഇസ്രായേൽ ലബനനുമായി ഒരു തുറന്ന യുദ്ധത്തിന് തയ്യാറായാൽ സ്ഥലകാല പരിധിയുമില്ലാത്ത യുദ്ധമായിരിക്കും അതെന്നും അതിൽ നിന്നും ആരെയും മാറ്റി നിർത്തുക സാധ്യമല്ലെന്നും ആയിരുന്നു. ഹസൻ നസ്രുള്ളയുടെ വാക്കുകളുടെ ധ്വനി ഇപ്പോൾ ഇസ്രായേൽ ഗസയിൽ കാണിക്കുന്ന നരനായാട്ടിൽ നിന്നും തീരെ പിന്നിലായിരിക്കുകയില്ല ഹിസ്ബുള്ളയുടെ ആക്രമണം എന്നുമാണ്. ഹിസ്ബുള്ള പുറത്തുവിട്ട 2ാമത്തെ വീഡിയോയിൽ കാണുന്ന ഒരു കെട്ടിട സമുച്ചയം ഇസ്രായേലി സുരക്ഷാ മന്ത്രാലയത്തിന്റെ ജനറൽ സ്റ്റാഫിന്റെയും സൈനിക കമാൻഡുകളുടെയും ആസ്ഥാനമായ ഹക്കരിയ കോംപ്ലക്സും അതുപോലെ തന്നെ വൈദ്യുത സ്റ്റേഷൻ റിസർവറുകളും ഉപഗ്രഹ ബേസുകളും ആയിരുന്നു എന്നാണ് പിന്നീട് കിട്ടിയ റിപ്പോർട്ട്. ഇതിലൂടെ ഹിസ്ബുള്ള നൽകുന്ന മുന്നറിയിപ്പ് ഈ സൈറ്റുകളൊക്കെ ആക്രമിക്കാൻ തങ്ങൾക്ക് എളുപ്പം കഴിയുമെന്ന് ഉള്ളതാണ്. എന്നാൽ ഈ സൈറ്റുകൾ മിലിറ്ററി സൈറ്റുകളല്ലെന്നാണ് പിന്നീട് മനസ്സിലാക്കാനാവുന്നത്. എന്നിരുന്നാലും ഇതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം, ഇത്രയൊക്കെ സാങ്കേതിക വിദ്യകളും സൈനിക ശക്തിയുമുള്ള ഇസ്രായേലിന്റെ ആകാശത്ത് ഇസ്രായേലി മിലിറ്ററി അറിയാതെ എങ്ങനെയാണ് ഹമാസിന്റെ ഡ്രോണുകൾ നുഴഞ്ഞു കയറിയത് എന്നുള്ളതാണ്. ഇസ്രായേലി പ്രതിരോധത്തിൽ നിന്നും കണ്ണുവെട്ടിച്ച് ഇസ്രായേലിന്റെ തന്ത്രപ്രധാനമായ മേഖലകളുടെ വീഡിയോകൾ എടുത്തു എന്നുള്ളതും ഇസ്രായേലിനെ വല്ലാതെ കുഴക്കുന്നൊരു വിഷയമാണ്. അങ്ങനെ ചെയ്യാൻ കഴിയുന്ന ഹിസ്ബുള്ളക്ക് ഇസ്രായേലിനെ അതേ ലാഘവത്തോടെ ആക്രമിക്കാൻ കഴിയുമെന്നുള്ള ഭീതി ഇസ്രായേലിനെ വല്ലാതെ ആശങ്കാകുലരാക്കുന്നുണ്ടായിരിക്കണം. അതേസമയം അമേരിക്കയിൽ നിന്നുള്ള ആയുധങ്ങൾ വഹിച്ചുള്ള കപ്പലിലെത്താൻ താമസിക്കുന്നതിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നീരസം രേഖപ്പെടുത്തി. അദ്ദേഹം തന്റെ ക്യാബിനറ്റ് മീറ്റിംഗിൽ ഈ വിഷയം എത്രയും പെട്ടെന്ന് സോൾവ് ആകുമെന്ന് പ്രത്യാശ പ്രകടിപ്പിച്ചു. ഇസ്രായേലി വിദേശകാര്യമന്ത്രി യോ ഗാലന്റിന്റെ വാക്കുകൾ: യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യമാണ്. ഇന്നത്തെ മീറ്റിംഗിൽ ഞാൻ ഗസൻ പോർമുഖത്തെക്കുറിച്ചും ലബനൻ പോർമുഖത്തെക്കുറിച്ചും ചർച്ച ചെയ്യും. ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ ബന്ധം വളരെയധികം പ്രാധാന്യമുള്ളതാണ്. ഈ 2 നിർണായക യുദ്ധങ്ങളെയും ചർച്ചയിൽ കൊണ്ടുവരും. ഈ സമയങ്ങളിൽ ഞങ്ങൾ എന്ത് ആക്ഷൻ എടുക്കാനും സന്നദ്ധമാണ്. അത് ഗസയിലോ ലബനനിലോ മറ്റെവിടെയുമാകാം. ഗസ സ്ട്രിപ്പിലെ 3ാം ഘട്ടമാണ് കൂടുതൽ പ്രാധാന്യമറിയിക്കുന്ന അത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.